മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഭാരതീയ പൈതൃകത്തിൻ്റെ വിവിധ സന്ദേശങ്ങൾ വ്യത്യസ്ത സ്ഥാപനങ്ങളിലും പ്രസ്ഥാനങ്ങളിലും ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലുമെല്ലാം പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്, പഠന ക്ലാസുകൾ നടത്താറുണ്ട്. നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ സന്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. അത് ധാരാളം പേര് കേൾക്കാറുണ്ട്. കുറേ പേര് ശ്രദ്ധിച്ച് കേൾക്കാറുണ്ട്. കുറച്ചു പേരെങ്കിലും അത് ജീവിതത്തിൽ പകർത്താറുമുണ്ട്. നമ്മുടെ കേരള സമൂഹത്തിൽ കാര്യമായ മാറ്റം മാനസികമായും മനഃശാസ്ത്രപരമായും സാമൂഹികമായും സാമ്പത്തികമായും അതുപോലെ തന്നെ ആത്മീയമായും മാറ്റം വരുത്തുന്നതിന് അനവധി വ്യക്തികൾ ശ്രമിക്കുന്ന കൂട്ടത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിന് അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ വിളക്ക് കത്തിച്ചു വയ്ക്കാൻ സാധിച്ചിട്ടുമുണ്ട്. ജീവിതത്തിൽ എല്ലാ വർഷവും ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്ന 3 പ്രഭാഷണങ്ങളാണ് കേരളത്തിൽ എന്നെ ഒത്തിരിയധികം സ്വാധീനിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ ഏറ്റവും അധികം ജനങ്ങൾ സംബന്ധിക്കുന്ന 3 പരിപാടികളാണ്. ഒന്ന്, വടക്കാഞ്ചേരിക്കടുത്ത് പറളിക്കാടുള്ള ഭാഗവത സത്രത്തിൽ അവിടെ പ്രഭാഷണം നടത്തുമ്പോൾ ഒരു വലിയ സമൂഹം ജനത 1.5 മണിക്കൂർ അനങ്ങാതെ, ഒരു ചെറിയ ശബ്ദം അവിടെ ഉണ്ടായാൽ പോലും മറ്റുള്ളവർക്ക് കേൾക്കാൻ സാധിക്കുന്ന വിധത്തിൽ ശാന്തമായിട്ട് ഈ പ്രഭാഷണം ശ്രദ്ധിച്ചിരിക്കാറുണ്ട്. രണ്ടാമത്തെ, തത്തുല്യതമായ പ്രാധാന്യമുള്ള ഒരു പ്രഭാഷണമാണ് അഖില ഭാരത ഭാഗവത സത്ര പ്രഭാഷണം. അതേപോലെ പ്രാധാന്യമുള്ളതായിട്ട് അനുഭവപ്പെടുന്നത് ചെറുകോൽപ്പുഴയിലെ ഹിന്ദുമത പരീക്ഷത്ത്. ഇത് 3ഉം എൻ്റെ ജീവിതത്തെ അടിമുടി സ്വാധീനിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ കർമ്മ പദ്ധതിക്ക് പോലും അളവുകോലായിട്ട് നിലനിൽക്കുന്ന പരിപാടികളായിട്ടാണ് എടുക്കുക. അതിൽ ഇന്നലെ ഡിസംബർ മാസം 27-ാം തീയതി 2013 കോട്ടയത്ത് നടന്ന എൻ്റെ ഒരു പ്രഭാഷണം, അത് എനിക്ക് ഒത്തിരി അധികം ഹൃദയസ്പർശിയായിട്ട് എനിക്ക് തോന്നി. കാരണം ആ ഒരു പ്രഭാഷണ പരിപാടി, അതിനൊരു പഠന ക്ലാസ്സായിട്ടാണ് ഞാൻ അവിടെ അവതരിപ്പിച്ചത്. ഏഷ്യാനെറ്റ് ഉത്സവ് ചാനൽ അത് ഭംഗിയായിട്ട് ടെലികാസ്റ്റ് ചെയ്തു. പൂർണ്ണമായിട്ട് 2 മണിക്കൂറും 120 മിനിറ്റും അവർ ടെലികാസ്റ്റ് ചെയ്തു. മാത്രമല്ല, ഈ 120 മിനിറ്റും സദസ്സിലെ ജനത ഒന്ന് നെടുവീർപ്പിടുകയോ പോലും ചെയ്യുന്ന ശബ്ദമുണ്ടായിരുന്നെങ്കിൽ കേൾക്കുന്ന വിധത്തിലായിരുന്നു ഇരുന്നത്. അസാധാരണമാം വിധത്തിൽ കോളേജ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, ആൺകുട്ടികളും പെൺകുട്ടികളും.
വൻ സമൂഹം യുവാക്കളായിരുന്നു, യുവതികളായിരുന്നു. കുറച്ച് മധ്യവയസ്കര്, പെർസെൻറ്റേജില് കുറച്ചല്ല, തിങ്ങി നിറഞ്ഞിരുന്നു. വളരെ കുറച്ച് മാത്രമേ വളരെ വാർദ്ധക്യത്തിൻ്റെ വക്കത്തെത്തിയവരുണ്ടായിരുന്നുള്ളൂ. ഇത്രയും പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ കാരണം, ആ ഭാഗവത സത്ര സദസ്സുകളിൽ പൊതുവെ ആത്മീയത മാത്രം നിറഞ്ഞ് പഴയ കാല രീതിയിൽ ഭക്തിയുടെ ലഹരിക്ക് വേണ്ടി എന്ന രീതിയിൽ ഇരിക്കുന്നൊരു സമൂഹമാണ് വരാറുള്ളത്. അവർ ഭക്തിയുടെ മാധുര്യം നുകർന്ന് പോകുന്നു എന്ന് വിചാരിച്ചാണ് തിരിച്ചു പോകുന്നത്. ഇന്നലെ കണ്ട കാഴ്ച, അല്ലെങ്കിൽ ഇന്നലേക്ക് മുമ്പും ഇന്നും ഞാൻ നേരിട്ട് കണ്ടതും കണ്ടവരെന്നെ അറിയിച്ചതുമായിട്ടുള്ള കാഴ്ച, അടിമുടി മാറ്റം ഹൈന്ദവ ജനതകളുടെ വീക്ഷണത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. പൈതൃക ഗ്രന്ഥങ്ങൾ വിവരിക്കുന്നവരിലും അത് വിവരിക്കുന്നവരെ വിളിക്കണമെന്ന കാര്യത്തിലും ആ ഭാഗവത സത്രം നടത്തുമ്പോൾ അത് സംഘടിപ്പിക്കുന്നതിൽ പാലിക്കേണ്ട അത്യന്താധുനിക സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും അങ്ങനെ A to Z ഒരു നവചൈതന്യം, അതിനൂതനമായിട്ടുള്ള പ്രൊസീജിയറുകൾ ഭാഗവത സത്രത്തിൽ കോട്ടയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആ യജ്ഞത്തിൽ കാണാൻ സാധിച്ചു, കേൾക്കാൻ സാധിച്ചു, അനുഭവിക്കാൻ സാധിച്ചു. അത് നിങ്ങളോടൊന്ന് വിവരിക്കണമെന്നുള്ള ഉത്കടമായ ആഗ്രഹം. കാരണം ഭക്തിയുടെ പാരതമ്യത്തിൽ എന്ന രീതിയിൽ എല്ലാത്തിനെയും ഭക്തി ചേർത്ത് ഈശ്വരനാമൻ മാത്രം ജപിച്ച് ഈശ്വരൻ രക്ഷിച്ചു കൊള്ളുമെന്ന് പറഞ്ഞ് ഈശ്വരനെ മാത്രം ഭജിക്കുക എന്ന് പറഞ്ഞ് എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആവണമെന്ന ആഹ്വാനം ചെയ്ത് എല്ലാം ഈശ്വരനിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞ് ധാരാളം പേര്, ധാരാളം സന്യാസിമാര്, ധാരാളം മതപ്രഭാഷകര്, കുറച്ച് ആത്മീയ പ്രഭാഷകര്, ഇവരെല്ലാം പറയുന്നതിൽ നിന്ന് അടിമുടി വ്യത്യാസപ്പെട്ടിട്ടായിരുന്നു ഞാൻ ഇന്നലെ ഭഗവത്ഗീത നിത്യജീവിതത്തിൽ എന്ന എൻ്റെ ക്ലാസ് ആ ഭാഗവത സത്രത്തിൽ അവതരിപ്പിച്ചത്. പദാനുപദം പറഞ്ഞത് ഉദ്ധരേദാത്മനാത്മാനം, അവനവനെ അവനവനുയർത്തുക, അവനവൻ്റെ കുടുംബത്തെ അവനവനുയർത്തുക, അവനവൻ്റെ സനാതനധർമ്മത്തെ അവനവനുയർത്തുക, അവനവൻ്റെ രാഷ്ട്രത്തെ അവനവനുയർത്തുക. ന ആത്മാനം അവസാദയേ, അവനവനെയും അവനവൻ്റെ കുടുംബത്തെയും സമൂഹത്തെയും അഥവാ ധർമ്മത്തെയും രാഷ്ട്രത്തെയും അവഹേളിക്കാതിരിക്കുക. ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു, അവനവൻ്റെ ബന്ധു അവനവൻ തന്നെയാണ്. ആത്മൈവ രിപുരാത്മന, അവനവൻ്റെ ശത്രു അവനവൻ തന്നെയാണ്. അവനവൻ്റെ ശത്രു അവനവനാകാതിരിക്കണം എന്ന ആഹ്വാനം അടിമുടി 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് ആവശ്യമായ വിധത്തിലായിരുന്നു ഞാൻ വിവരിച്ചത്. ഇടയ്ക്ക് എല്ലാവിധത്തിലുള്ള അനുഭവങ്ങളും ഒന്ന് രണ്ട് ചെറിയ കഥകളും പറഞ്ഞു. ആ അനുഭവങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയുടെയും അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ പ്രിൻസ് ചാൾസിൻ്റെയും സക്കീർ നായിക്കിൻ്റെയും പിണറായി വിജയൻ്റെയും എല്ലാവരുടെയും ചേർത്തിട്ടാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. ആ എക്സാമ്പിൾ വിവരിക്കുമ്പോഴും അവനവൻ്റെ ജീവിതത്തിൽ ഇന്ന് അനുഭവപ്പെടുന്ന അരക്ഷിതാവസ്ഥ, കേരളം അസാധാരണമായ വിധത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴും
എല്ലാ സുഖസൗകര്യങ്ങളും നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ജനതയ്ക്ക് ആഹ്ലാദിക്കാൻ അവസാന വാക്ക് വരെ എത്താൻ സാധിക്കുന്ന ലെവലില് ദൈവത്തിൻ്റെ സ്വന്തം നാട് എത്തിക്കൊണ്ടിരിക്കുമ്പോഴും മദ്യവും മാംസവും മത്സ്യവും അതുപോലെ തന്നെ വേണ്ടതിനും വേണ്ടാത്തതിനുമുള്ള മരുന്നുകളും കഴിച്ച് സ്വയം തിമർത്ത് ജീവിക്കുമ്പോൾ അന്ത്യത്തിൽ സംഭവിക്കുന്നത് എന്തെല്ലാമാണെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉദ്ധരേതാത്മനാത്മാനം, അവനവനെ അവനവൻ ഉയർത്തണം. മറ്റുള്ളവര് നമ്മളെ ഉയർത്തില്ല, ഒരുപക്ഷെ ഉണർത്തിയേക്കാം. ഉയർത്താൻ ആവശ്യമായ ഗൈഡൻസോ ബ്ലെസ്സിങ്സോ ഡയറക്ഷൻസോ മോട്ടിവേഷൻസോ അപ്രീസിയേഷൻസോ കൺസോളേഷൻസോ നൽകിയേക്കാം. പക്ഷെ നോബഡി വിൽ ബി എലിവേറ്റിംഗ് യു. നമ്മളെ നമ്മൾ തന്നെ ഉയർത്തണം. ഓരോ കുടുംബത്തിലെയും ഇന്നത്തെ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടി ഞാൻ വിവരിച്ചപ്പോൾ ഒത്തിരി വ്യക്തികൾ കരയുന്നുണ്ടായിരുന്നു. ഓരോ വ്യക്തിയുടെയും നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ബോധ്യപ്പെടുത്തിയപ്പോൾ ഒത്തിരി വ്യക്തികളുടെ മുഖത്ത് അതിൻ്റെ ചൈതന്യം പ്രകടമായിരുന്നു. അത്രയും വലിയ സദസ്സ്. ഇന്നലെ റീസണബിളി ഒരു വർക്കിംഗ് ഡേ ആണ്, വൈകുന്നേരമാണ്. ഇന്ന് ഹോളിഡേ സൺഡേ ആണെങ്കിലും ഇന്നലെ ആ സാറ്റർഡേ അവിടെ ഷാർപ്പ് 6:20 6:30 എൻ്റെ ക്ലാസ് 6:20 വന്ന് നിറഞ്ഞ ആ ജനതയെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, കൊടുക്കേണ്ടവര് കൊടുക്കേണ്ടതായ കാര്യങ്ങൾ കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ഏത് ദുർഘടമായ ദുഷ്കരമായ പ്രശ്നസങ്കീർണമായ അവസ്ഥയിലാണെങ്കിൽ പോലും കൊടുക്കേണ്ടവർ കൊടുക്കേണ്ടതുപോലെ കൊടുത്താൽ എടുക്കേണ്ടവർ ഏത് ത്യാഗം സഹിച്ചിട്ടും എടുക്കാതിരിക്കില്ല. ഇന്ന് എനിക്ക് തോന്നുന്നു കൊടുക്കേണ്ടവരാണ് എണ്ണത്തിൽ വളരെ 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 കുറവ്. കൊടുക്കേണ്ടവര് കൊടുക്കുന്ന രീതിയിലാണ് പലപ്പോഴും കുറവ് അല്ലെങ്കിൽ പ്രശ്നമുള്ളത്. 21ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. മുമ്പിൽ കേൾക്കുന്ന ശ്രോതാക്കള്, മുമ്പിലിരിക്കുന്ന ശ്രോതാക്കളെന്ന് പലരും ചിന്തിക്കാറില്ല. ഭാഗവതം വായിക്കുമ്പോഴും ഭഗവത്ഗീത വായിക്കുമ്പോഴും അല്ലെങ്കിൽ ആത്മീയമായ മറ്റ് പുരാണ ഇതിഹാസങ്ങൾ വായിച്ചു കേൾക്കുമ്പോഴും നമ്മുടെ പൂർവികർ അത് എഴുതിയിരിക്കുന്നത് മനസ്സിൽ മാറ്റം വരുത്തി, ചിന്തകളിൽ മാറ്റം വരുത്തി, കർമ്മത്തിൽ മാറ്റം വരുത്തിയാൽ കർമ്മഫലത്തിലും കർമ്മത്തിൻ്റെ പ്രതിഫലത്തിലും മാറ്റം വരുമെന്ന ഉറച്ച നിർദ്ദേശത്തോടു കൂടിയായിരുന്നു. അല്ലാതെ മരിച്ചതിന് ശേഷം ആത്മാവ് സ്വർഗത്തിലേക്ക് പോകാൻ എന്നവർ പറഞ്ഞിട്ടില്ല. നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്ന ഉജ്ജ്വലമായ ഭാരതീയ പൈതൃക സന്ദേശം മഹാകവി ഉള്ളൂരിൻ്റെ ഈ വരികളിലൂടെ അദ്ദേഹം മലയാളത്തിലേക്ക് സംസ്കൃതത്തിലെ വിവിധ ഗ്രന്ഥങ്ങൾ കൊടുക്കേണ്ടതായത് മലയാളത്തിലേക്ക് സമുജ്വലമായി കൊടുത്തപ്പോഴും നമ്മളെ ഓർമ്മിപ്പിച്ചു, മറ്റ് മതങ്ങള് മരണശേഷം സ്വർഗത്തിലേക്ക് പോകാനും അള്ളാഹുവിൻ്റെയും യഹോവയുടെയും അടുത്തിരിക്കാനും ഓരോ വ്യക്തിയുടെയും പാപങ്ങൾ ഏറ്റെടുക്കാനുമാണ് ഈശ്വരൻ വന്നത് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഓർമ്മിക്കുക, ഭാരതം എന്ന രാഷ്ട്രം, സനാതന ധർമ്മം വളരെ വ്യക്തമായ ഭാഷയിൽ കർമ്മമാണ് നമ്മുടെ അവാർഡിനും പണിഷ്മെന്റിനും പ്രകൃതി തിരഞ്ഞെടുക്കുന്ന പാരാമീറ്റർ എന്ന് വ്യക്തമായിട്ട് അറിയിക്കേണ്ടായിട്ടുണ്ട്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരും എന്ന് പറഞ്ഞത് ഞാൻ ഭാഗവത സത്രത്തിൽ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അവരത് കേട്ടു.
അവർക്കത് മനസ്സിലായി, ഉൾക്കൊള്ളാൻ സാധിച്ചു. സമുജ്വലമായൊരു മാറ്റം ഭാഗവത സത്രത്തിൽ കാണാൻ എനിക്ക് സാധിച്ചു. സംഘാടകരാണെങ്കിൽ ആഡംബരങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും ഒഴിവാക്കി. പഴയ കാലത്ത് ഭാഗവത സപ്താഹവും നടക്കുമ്പോൾ അത് വിഭവ സമൃദ്ധമായൊരു സദ്യക്കുള്ള വഴിയായിട്ടാണ് അതെല്ലാം തിരഞ്ഞെടുക്കുക. പക്ഷെ ഇന്നലെ അവിടെ കണ്ടത് കുറച്ച് കഞ്ഞിയും കുറച്ച് പുഴുക്കും മാത്രം. വേണ്ടപ്പെട്ടവർക്ക് അത് എത്ര വേണമെങ്കിലും കൊടുക്കുന്ന രീതിയിൽ അല്പം പോലും വേസ്റ്റ് ആക്കാതെ ആ ഭാഗവത സത്രത്തിലെ വിവരണങ്ങൾ കേൾക്കാൻ വന്നവർക്ക് എന്താണോ അവരുടെ ഭക്ഷണത്തോടുള്ള ആവശ്യകത അത് നിലവേറ്റി മാത്രം അത് കൊടുക്കുകയും ചെയ്തു. വളരെ ലളിതമായിട്ട് അത്രയും ഉജ്ജ്വലമായ ഒരു ഭാഗവത സത്രത്തിൽ ഇന്നലെ പങ്കെടുക്കാൻ സാധിച്ചു. മാത്രമല്ല, സത്യം, ധർമ്മം, നീതി, ന്യായം നാലുമുള്ളവരായിരുന്നു അതിനകത്തെ സംഘാടകര്. എല്ലാ വിധത്തിലുള്ള ശ്രോതാക്കളുടെ ആവശ്യങ്ങളും കണ്ടും കേട്ടും തിരിച്ചറിഞ്ഞും സർവ്വതും അവിടെ ആവശ്യത്തിനും അത്യാവശ്യത്തിനുമുള്ളത് മാത്രം ഒരുക്കി, ആഡംബരങ്ങളൊന്നുമില്ലാതെ ആ കോട്ടയത്തെ തിരുനക്കര ക്ഷേത്രത്തിന് സമീപമുള്ള ഭാഗവത സത്രവേദിയെ, 31ാം ഭാഗവത സത്രവേദിയെ വൈകുണ്ഠമാക്കിക്കൊണ്ട് തന്നെ ആത്മീയതയുടെ ബഹിസ്ഫുരണങ്ങൾ ശരീരത്തിൽ സ്പർശിക്കാൻ സാധിക്കുന്ന വിധത്തില്, മനസ്സില് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിധത്തില് ഒരു പരിപാടി അവിടെ സംഘടിപ്പിച്ചു. അതിലെനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. ഭഗവത്ഗീതയിലെ ഉദ്ധരേദാത്മനാത്മാനം, അവനവനെയും അവനവന്റെ കുടുംബത്തെയും അവനവന്റെ ധർമ്മത്തെയും രാഷ്ട്രത്തെയും ഉയർത്താനുള്ള ആഹ്വാനം കൊടുക്കാൻ സാധിച്ചു. അവനവനെയും അവനവന്റെ കുടുംബത്തെയും ധർമ്മത്തെയും രാഷ്ട്രത്തെയും അവഹേളിക്കരുത് എന്ന ആഹ്വാനം കൊടുത്തു. അവനവന്റെ ബന്ധുക്കൾ അവനവൻ തന്നെയാണ്, അവനവന്റെ ശത്രുക്കളും അവനവൻ തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആയിരക്കണക്കിന് യുവാക്കള്, അതിലൊത്തിരി ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. ആ ക്രൈസ്തവരടുത്ത് വന്ന് ഈ ചെറിയ എൻ്റെ കാലിൽ തൊട്ട് നമസ്കരിച്ചു പറഞ്ഞു, സാർ ഇനി ഞങ്ങൾ നോൺ വെജിറ്റേറിയൻ കഴിക്കില്ല സാർ, സാറിൻ്റെ സന്ദേശം ഞങ്ങൾ ജീവിതത്തിൽ പകർത്തും, ഞങ്ങൾ മദ്യം അല്ലെങ്കിലേ കഴിക്കാറില്ല, ലിക്കർ കഴിക്കാറില്ല, ഇന്ന് കേട്ടത് ജീവിതത്തെ അടിമുടി മാറ്റാൻ പര്യാപ്തമായ സന്ദേശങ്ങളായിരുന്നു സാർ എന്ന് ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും പെട്ട ഒത്തിരി യുവാക്കള് തൊഴുതുകൊണ്ട് എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അനിയന്മാരുടെ, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളെ പോലെ നിങ്ങൾ ഈ സന്ദേശം ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ മാറ്റുക. ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഭാരതത്തിലെ 123 കോടി ജനതയും ഭാരതീയ പൈതൃകത്തിൻ്റെ അവകാശികളാണ്. ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയും അല്ലെങ്കിൽ പ്രിൻസ് രാജകുമാരനും നമ്മുടെ പിണറായി വിജയനും അച്യുതാനന്ദനും KR ഗൗരിയമ്മയും കൊലകൊമ്പന്മാരായി വസിക്കുന്ന വിദേശികളും സ്വദേശത്ത് നമ്മുടെ പൈതൃകത്തെ നിരാകരിക്കുന്നവരും അടിമുടി മാറുന്ന കാഴ്ച. ആരാധ്യനായ അച്യുതാനന്ദന് പ്രശ്നം വന്നപ്പോൾ മകൻ ഗുരുവായൂരിൽ 2 പ്രാവശ്യം തൊഴുത് നാളികേരം ഉരുട്ടി മുട്ടിറക്കുന്ന കാഴ്ച. അച്ഛന് വേദനിക്കുമ്പോൾ മകന് വേദനിക്കുന്നു, മകൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. CPM-ന്റെ പ്രതിപക്ഷ നേതാവിന് വേണ്ടി മകൻ ഗുരുവായൂരിൽ പ്രാർത്ഥിക്കുന്നു. അതുപോലെ പിണറായി വിജയന്റെ മക്കള് ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥന കോയമ്പത്തൂരിലെ അമൃത വിദ്യാപീഠത്തില് അത് സാധകം ചെയ്യുമ്പോൾ KR ഗൗരിയമ്മ എല്ലാ ദിവസവും രാവിലെ 10 പേജ് ഭാഗവതം വായിച്ചിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളത്. അത്രേ മാറ്റമല്ലേ ഇത്? ശബരിമലയിലേക്ക് പോകുന്നവരുടെ എണ്ണം അനുദിനം കൂടുന്നു. എല്ലാവരും തിരിച്ചറിയുന്നു
അറിയാതെ നീ ആദിയിലേക്ക് ഒഴുകും എന്ന ആ സിനിമാ പാട്ടിൻ്റെ വരികള് ഓർക്കണം, ഓർമ്മിക്കണം. പരമപവിത്രമായ ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്ന് ഉത്ഭവം ചെയ്ത സനാതന ധർമ്മവും ഉപധർമ്മങ്ങളും അത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ച ധർമ്മങ്ങളാണ്. അത് എൻ്റെ മതം മാത്രം ശരി, എൻ്റെ വഴി മാത്രം ശരി, എൻ്റെ ദൈവം മാത്രം ശരി, ഞാൻ പറയുന്നത് മാത്രം ശരി, എൻ്റെ വഴിയിലൂടെ അല്ലാതെ പോകുന്നവരെല്ലാം മഹാനരകത്തിൽ പതിക്കുമെന്ന് പറഞ്ഞൊരു മതത്തിൻ്റെ അവകാശികളല്ല ഭാരതീയര്. ആരെയും മതം മാറ്റിയ മതത്തിൻ്റെ അവകാശികളല്ല ഭാരതീയര് എന്നും ഇന്നലെ ഉറക്കെ പറഞ്ഞപ്പോൾ ജനത കുത്തിയിരുന്ന് ചിന്തിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, ലിസണിങ് ആൻഡ് മേക്കിംഗ് അതേഴ്സ് ലിസണിങ്, വാച്ചിങ് ആൻഡ് മേക്കിംഗ് അതേഴ്സ് വാച്ചിങ്, ഡിസ്കസിങ് ആൻഡ് മേക്കിംഗ് അതേഴ്സ് ഡിസ്കസിങ്, ആൻഡ് തിങ്കിങ് മേക്കിംഗ് അതേഴ്സ് തിങ്കിങ്, ദെൻ പ്രാക്ടീസിങ് ആൻഡ് മേക്കിംഗ് അതേഴ്സ് പ്രാക്ടീസിങ് ആണ് നിങ്ങളുടെ ദൗത്യം. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ചത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും കൂടി വേണം. പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ചത് മറ്റുള്ളവരെ പഠിപ്പിക്കുക കൂടി വേണമെന്ന് പറഞ്ഞ് ഞാൻ അവരെ ഓർമ്മിപ്പിച്ചപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞു, ഇനിയൊരു 100 ജന്മമുണ്ടെങ്കിൽ ആ 100 ജന്മവും ഒരു ഹിന്ദുവായി, 100 ജന്മവും ഒരു ഹിന്ദുവായിട്ട്, 100 ജന്മവും ഒരു ഹിന്ദുവായി തന്നെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ച ഭാരതീയ പൈതൃകത്തിൻ്റെ അവകാശികളായി സനാതന ധർമ്മത്തിൻ്റെ അടിത്തട്ടിലിരുന്ന് ആരാധന നടത്തുന്നവരായി ജനിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോഴും സദസ്സ് ഏറ്റെടുത്തു. പണ്ട് ഹിന്ദു എന്ന് പറയാൻ അഭിമാനക്ഷതമുണ്ടായിരുന്നു. ഭാരതം എന്ന് പറഞ്ഞാൽ പോലും BJP-കാരനും RSS-കാരനുമാകുമായിരുന്നു. ഭാരത മാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു നെഗറ്റീവാണെന്ന ധാരണ ഉണ്ടായിരുന്നു. മാറ്റിച്ചു അവരെ കൊണ്ട് വ്യത്യാസപ്പെടുത്താൻ സാധിച്ചു. അത് നിങ്ങളും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.